വൊക്കേഷണൽ വിദ്യാഭ്യാസ മേഖലയിലെ റീറ്റെയിൽ കോഴ്സിന്റെ ഓൺലൈൻ പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മുൻ വീഡിയോകളിലൂടെ സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റുകളെക്കുറിച്ച് പഠിക്കുകയുണ്ടായി. അടുത്തതായി നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റുകളെക്കുറിച്ച് നമുക്ക് വിശദമായി മനസ്സിലാക്കാം. Non-store retailing. Non-store retailing is a retailing in which products are sold to customers without using a physical store. Here, the customers purchase the products from their home without visiting the retail store. ഒരു ഷോറൂമിന്റെ സഹായമില്ലാതെ വിവിധ മാർഗങ്ങളിലൂടെ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങളെ നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നു. ഈ ഡയഗ്രം ശ്രദ്ധിക്കുക. വിവിധ തരത്തിലുള്ള നോൺ സ്റ്റോർ റീറ്റെയിലിംഗ് ആണ് തന്നിരിക്കുന്നത്. ഇ-ടെയിലിംഗ്, ഓട്ടോമേറ്റഡ് വെൻഡിംഗ് മെഷീൻ, ഡയറക്റ്റ് മെയിൽ റീറ്റെയിലിംഗ്, ഡയറക്റ്റ് സെല്ലിംഗ്, ടെലിവിഷൻ ഹോം ഷോപ്പിംഗ്. ഓരോന്നും വിശദമായി പഠിക്കാം. ഇലക്ട്രോണിക് റീറ്റെയിലിംഗ് ഓർ ഇ-ടെയിലിംഗ് is a retail format in which the retailers sell the products and services over the internet. ഇന്റർനെറ്റിന്റെ സഹായത്തോടുകൂടി റീറ്റെയിലേഴ്സിന് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുവാൻ സാധിക്കുന്നു. ഉദാഹരണമായി ഫ്ലിപ്കാർട്ട്, ആമസോൺ, മിന്ത്ര മുതലായ വെബ്സൈറ്റുകൾ മുഖേന കസ്റ്റമേഴ്സിന് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. ഇലക്ട്രോണിക് റീറ്റെയിലിന്റെ പ്രത്യേകതകൾ. ഹോൾ വേൾഡ് ബിക്കംസ് ദ മാർക്കറ്റ് ഫോർ ദ റീറ്റെയിലർ. റീറ്റെയിലേഴ്സിന് തന്റെ ഉൽപ്പന്നങ്ങൾ ലോകത്തിലെവിടെ വേണമെങ്കിലും മാർക്കറ്റ് ചെയ്യുവാൻ സാധിക്കുന്നു. ഉദാഹരണമായി ഇന്ത്യയിലെ ഒരു റീറ്റെയിലർക്ക് തന്റെ വെബ്സൈറ്റ് മുഖേന അമേരിക്കയിലെയോ മറ്റ് സ്ഥലങ്ങളിലെയോ ഉള്ള കസ്റ്റമേഴ്സിന് ഉൽപ്പന്നങ്ങൾ വിൽക്കുവാൻ സാധിക്കുന്നു. It reduces the operating expenses of the retailer. റീറ്റെയിലറുടെ ദൈനംദിന ചിലവുകൾ കുറയുന്നു. അതായത് ഒരു ഫിസിക്കൽ സ്റ്റോറിന് ഉണ്ടാകുന്ന ചിലവുകൾ ഇവിടെ ഉണ്ടാകുന്നില്ല. It saves the time and effort of customer. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് സമയലാഭം എന്നത്. അതായത് തിരക്കുള്ള റോഡിലൂടെ വാഹനമോടിച്ച് പാർക്കിംഗ് സ്പേസ് കണ്ടെത്തി വാഹനം പാർക്ക് ചെയ്ത് റീറ്റെയിൽ ഷോപ്പിനുള്ളിൽ കയറി ആവശ്യമുള്ള സാധനങ്ങൾ തിരഞ്ഞെടുത്ത് കൂടയിലാക്കി ക്യൂയിൽ നിന്ന് ബില്ല് പേ ചെയ്തതിന് ശേഷം പാക്ക് ചെയ്ത സാധനങ്ങളുമായി തിരികെ വീട്ടിലെത്തുന്ന കഷ്ടപ്പാടൊന്നും ഇലക്ട്രോണിക് റീറ്റെയിലിംഗിൽ സംഭവിക്കുന്നില്ല. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്. വിവിധ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലഭ്യമായതിനാൽ കസ്റ്റമേഴ്സിന് ഇവ താരതമ്യം ചെയ്ത് ഇഷ്ടപ്പെട്ടവ വാങ്ങുവാൻ സാധിക്കുന്നു. ലോവർ പ്രൈസ് ആൻഡ് ഗുഡ് ഡിസ്കൗണ്ട്സ് അവൈലബിൾ. കൂടുതൽ മുതൽ മുടക്കുകൾ ഇല്ലാത്തതിനാൽ വളരെ കുറഞ്ഞ വിലയിൽ ഉൽപ്പന്നങ്ങൾ നൽകുവാനായി റീറ്റെയിലർക്ക് സാധിക്കുന്നു. ഇവയെല്ലാമാണ് ഇലക്ട്രോണിക് റീറ്റെയിലിംഗിന്റെ പ്രത്യേകതകൾ. ഡയറക്റ്റ് മെയിൽ റീറ്റെയിലിംഗ്. Direct mail retailing is a non-store format in which the retail offering is communicated to the customers using letters and brochures. Brochures will be mailed to prospective customers and they order the product by telephone, mail or by online. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങളും അവയുടെ പ്രത്യേകതകളും വിലയും കാണിച്ചിരിക്കുന്ന പരസ്യ കടലാസിനെയാണ് ബ്രോഷർ എന്ന് പറയുന്നത്. പ്രമുഖ റീറ്റെയിൽ സ്ഥാപനങ്ങൾ ബ്രോഷർ, കാറ്റലോഗ് എന്നിവ തങ്ങളുടെ നിലവിലുള്ള കസ്റ്റമേഴ്സിനും ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധ്യതയുള്ളവർക്കും നേരിട്ടോ മെയിൽ മുഖേനയോ അയച്ചു കൊടുക്കുന്നു. കസ്റ്റമേഴ്സ് അത് പരിശോധിച്ച് അവർക്ക് അനുയോജ്യമായ ഉൽപ്പന്നങ്ങൾ മെയിൽ മുഖേനയോ ടെലിഫോൺ മുഖേനയോ ഓൺലൈൻ മുഖേനയോ ഓർഡർ ചെയ്യുന്നു. ഓർഡർ ലഭിച്ചു കഴിഞ്ഞാൽ റീറ്റെയിലേഴ്സ് ഉൽപ്പന്നങ്ങൾ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് ഡയറക്റ്റ് മെയിൽ റീറ്റെയിലിംഗ്. ഡയറക്റ്റ് സെല്ലിംഗ്. In direct selling, the representative of the retailer meet the customer directly and explains
the features of the product and sell. The success of direct selling lies on the salesman's ability to create a personal relation with the customer. ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധ്യതയുള്ളവരുമായി റീറ്റെയിലേഴ്സിന്റെ സെയിൽസ് റെപ്രസെന്റേറ്റീവ്സ് നേരിട്ട് സംസാരിക്കുന്നു. അവർ ഉൽപ്പന്നങ്ങളെക്കുറിച്ച് വിശദമായി സംസാരിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. കൂടുതലും വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ മാർക്കറ്റ് ചെയ്യുക. ഇതുവഴി കസ്റ്റമേഴ്സുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാൻ റീറ്റെയിലേഴ്സിന് സാധിക്കുന്നു. ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ് എന്നും അതിലൂടെ റീറ്റെയിൽ സ്ഥാപനങ്ങൾ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന രീതി എങ്ങനെയാണ് എന്നും നമുക്ക് ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. Good morning, ma'am. Just a minute. My name is Kumar and I represent the water division. I'll just call you back. I'm here to provide you with 6 liters of pure and safe drinking water, only for 1 rupee. 6 liters for just 1 rupee. How can that be possible? I would be more than glad to explain, if I have your permission. Yes, of course. Please go ahead. So if you want pure and safe drinking water, without the hassles of boiling, filtering, and wastage of gas, it's just the thing for you. Yeah, what you say sounds nice. So, what colors do you offer? We offer you choice of 2 colors, maroon and blue. Please have a look, ma'am. The blue model will go very well with the kitchen. Don't you think so, ma'am? Yeah. Do you have any other questions, ma'am? I will be glad to provide you with the answers. Well, I have one small question. How much does it cost? It's only 1500 rupees. So, can I deliver your pure tomorrow, sir? Well, that's okay. But I can only make the payment tomorrow. Why postpone a good decision, sir? All you need to do is give me a check of 1500 rupees and sign the order form. I will process your order immediately. വീഡിയോ കണ്ടതിൽ നിന്നും ഡയറക്റ്റ് സെല്ലിംഗിന്റെ പ്രധാന പ്രത്യേകതകൾ നമുക്ക് നോക്കാം. മീറ്റ് ദ കസ്റ്റമർ ഡയറക്ട്ലി അറ്റ് ഓഫീസ് ഓർ ഹോം. ഡെമോൺസ്ട്രേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ദി പ്രോഡക്റ്റ്. മെയിൻറ്റെയിൻ പേഴ്സണൽ റിലേഷൻ വിത്ത് കസ്റ്റമർ. സെൽ ദ പ്രോഡക്റ്റ്. ഓട്ടോമേറ്റഡ് വെൻഡിംഗ് മെഷീൻ. A vending machine is an automated machine that provides products such as snacks, beverages, cigarettes, magazines, etc. to customers when inserting money, credit card or a specially designed card into the machine. ഇത്തരം മെഷീനുകളിൽ ക്യാഷോ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ പ്രത്യേകം ഡിസൈൻ ചെയ്ത കാർഡുകളോ നിക്ഷേപിച്ച് സ്നാക്സ്, ശീതളപാനീയങ്ങൾ, സിഗരറ്റ്സ്, മാഗസിൻസ് മുതലായ ചെറിയ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ സാധിക്കുന്നു. ഇവ നിങ്ങൾക്ക് എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ മുതലായ തിരക്കുള്ള സ്ഥലങ്ങളിൽ കാണുവാൻ സാധിക്കും. ടെലിവിഷൻ ഹോം ഷോപ്പിംഗ്. Television home shopping is a retail format in which customers watch a TV program demonstrating a merchandise and then place orders by telephone. ഇത്തരത്തിലുള്ള ടെലിവിഷൻ ചാനലുകളിൽ കൂടി ഉൽപ്പന്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. ഇവ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ ടെലിഫോൺ മുഖേന ഓർഡർ ചെയ്താൽ ഉൽപ്പന്നങ്ങൾ വീട്ടിലെത്തിക്കും. നാപ്തോൾ, ഹോം ഷോപ്പ് 18 മുതലായവ ഇത്തരത്തിലുള്ള ചാനലുകളാണ്. നമുക്കിനി വിവിധ തരത്തിലുള്ള റീറ്റെയിൽ ഫോർമാറ്റുകളെ കുറിച്ച് ചുരുക്കത്തിലൊന്ന് മനസ്സിലാക്കാം. അതായത് റീറ്റെയിൽ ഫോർമാറ്റുകളെ പ്രധാനമായും ക്ലാസിഫൈ ചെയ്തത് സ്റ്റോർ ബേസ്ഡ്, നോൺ സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റുകൾ എന്നാണ്. സ്റ്റോർ ബേസ്ഡ് റീറ്റെയിൽ ഫോർമാറ്റുകളെ മെർക്കൻഡൈസ്, സൈസ്, ഓണർഷിപ്പ് അടിസ്ഥാനത്തിലും നോൺ സ്റ്റോർ റീറ്റെയിൽ ഫോർമാറ്റുകളെ ഇ-ടെയിലിംഗ്, ടെലിവിഷൻ ഹോം ഷോപ്പിംഗ്, മെയിൽ ഓർഡർ ബിസിനസ്, ഡയറക്റ്റ് സെല്ലിംഗ്, വെൻഡിംഗ് മെഷീൻ എന്നീ അടിസ്ഥാനത്തിലും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ആക്ടിവിറ്റി. നമ്മൾ ഒരിക്കൽ കൂടി ആക്ടിവിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. പഠനഭാഗവുമായി ബന്ധപ്പെട്ട തുടർ പഠന പ്രവർത്തനമാണ്. നിങ്ങൾ നേടിയ അറിവ് വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കുമല്ലോ. ആക്ടിവിറ്റി 1. മാച്ച് ദ ഫോളോയിങ്. കോളം എയിൽ നൽകിയിട്ടുള്ള റീറ്റെയിൽ ഫോർമാറ്റുകൾക്ക് അനുയോജ്യമായ ഫീച്ചേഴ്സ് കോളം ബിയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ആക്ടിവിറ്റി 2. നിങ്ങൾക്ക് പരിചിതമായ റീറ്റെയിൽ ഫോർമാറ്റുകളുടെ പേരുകൾ ടേബിളിൽ ഉദാഹരണങ്ങളായി എഴുതുക. നന്ദി, നമസ്കാരം.